തുടങ്ങാം. അപ്പോൾ നമ്മൾ ഏതാണ്ട് വ്യതിയാനങ്ങളാണ് ഈ പ്രപഞ്ചം, അനുനിമിഷമുള്ള വ്യതിയാനമാണ്. കാലമെന്നും ദേശമെന്നുമുള്ള രണ്ടക്ഷങ്ങളിൽ വരുന്ന വ്യതിയാനങ്ങളെ നിശ്ചയാത്മികയായ ഒരു ശാസ്ത്രത്തിൽ ഒതുക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് സഞ്ചരിച്ച ശാസ്ത്രം വ്യതിയാനങ്ങളുടെ ആധാരമായി വ്യതിയാനം കണ്ടെത്തുക ഉണ്ടായതാണ് നാം കണ്ടു നിർത്തിയത്. അത് നിങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിക്കണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ന്യൂട്ടോണിയൻ ഫിസിക്സിൽ നിന്ന് ഈൻസ്റ്റീനിയൻ ഫിസിക്സിലൂടെ കടന്ന് ക്വാണ്ടം മെക്കാനിക്സിന്റെ അങ്ങേ തലത്തിൽ വളരെ ശക്തമായി ശാസ്ത്രത്തെ കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷനിൽ എത്തിച്ചതും അതിൻ്റെ പരിണാമവുമല്ല. ഇന്നതുകൊണ്ടാണ് സയന്റിസ്റ്റുകൾ തമ്മിൽ വഴക്കിലെത്തിയിരിക്കുന്നത്. സയൻസ് അതിൻ്റെ എല്ലാ കാലത്തും വിയോജനമാണ് രേഖപ്പെടുത്തി വളർന്നിട്ടുള്ളത്. സംയോജനത്തിൻ്റെയും സംശ്ലേഷണത്തിൻ്റെയും ഭാഷ സയൻസിനെന്നും അന്യമാണ്. മതങ്ങളിലും വിശ്വാസങ്ങളിലും ഹിംസകന്മാർക്ക് കടന്നു കയറാവുന്നതിനേക്കാൾ തുറന്നിട്ട വാതിലായിരുന്നു ചരിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ സയൻസ്. മതങ്ങളുടെ ദർശനങ്ങൾക്കു നേരെയല്ല ആരംഭം മുതൽ ഇന്നുവരെ എതിർപ്പുണ്ടായിട്ടുള്ളത്. ഏത് മതത്തിന്റെ തത്വചിന്തയെടുക്കുമ്പോഴും ദർശനമെടുക്കുമ്പോഴും അതിൻ്റെ ആധാരം അഹിംസയും അസ്തേയവും ബ്രഹ്മചര്യവും അപരിഗ്രഹവും ഒക്കെ തന്നെയാണ്. മനുഷ്യ മനസ്സിന്റെ ഉദാത്ത തലങ്ങളിൽ അതിനെ സ്വീകരിക്കാൻ വെമ്പുന്ന ഒരു മാനസികാവസ്ഥ, അത് സ്വീകരിക്കുവാൻ മുന്നേറുന്നൊരു വേളയിൽ ഉണ്ടാകുന്ന സാമൂഹിക തള്ളിച്ച തങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് സൂത്രശാലികളായ വൈശ്യവർഗം ആരംഭം മുതൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹിംസയുടെ സ്ഥാനത്ത് അഹിംസയും അസ്തേയത്തിന്റെ സ്ഥാനത്ത് സ്തേയവും ആചാരത്തിന്റെ സ്ഥാനത്ത് അനാചാരവും സന്നിവേശിപ്പിക്കുവാൻ അതിലെ സിദ്ധപുരുഷന്മാരുടെ തലങ്ങളിലേക്ക് ഇത്ര കഷ്ടപ്പെടാതെ ഞങ്ങൾ ഉയർത്തിത്തരാമെന്ന് സാധകന്മാർക്ക് വാക്കുകൊടുത്തുകൊണ്ട് അവരെ ഉപയോഗിച്ചുള്ളൊരു മുന്നേറ്റമാണ് ലോകമെമ്പാടും മതങ്ങളെ ആസ്പദമാക്കി വൈശ്യലോകം കെട്ടിപ്പടുത്തത്. സുരക്ഷിതമായി വൈശ്യലോകം പിന്നിൽ നിൽക്കുകയും സാധകന്മാർ സിദ്ധന്മാരായി അവതരിപ്പിക്കപ്പെടുകയും അവരുടെ ദുശ്ചെയ്തികളെ മതത്തിന് നേരെ തിരിച്ചുവിടുകയും ചെയ്ത് മുന്നേറുന്ന ഒരു വേളയിലാണ് മഹനീയ സൗഭാഗ്യങ്ങളോടുകൂടി വ്യതിയാനങ്ങളെയും വിപരീതങ്ങളെയും നല്ലപോലെ ഉപയോഗിക്കുവാൻ പറ്റിയത് ആത്മാവില്ലാത്ത ശാസ്ത്രമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ കയ്യിലുണ്ടാകുന്ന പണത്തിന്റെ മുക്കാൽ പങ്കും ചെലവഴിച്ച് ഗവേഷണമെന്ന പേരിൽ
ഇവർ ശ്രമിച്ചു വന്നത്. ചരിത്രത്തിൻ്റെ ഈ നിഗൂഢതയാണ് ലോകമറിയാതെ പോയത്. മതത്തിന് മൂല്യമുണ്ട്, സയൻസിന് മൂല്യമില്ല. മതത്തെ വൈശ്യസമൂഹം ഉപയോഗിച്ചു ഹിംസയ്ക്കും മറ്റുള്ളതിനും വേണ്ടി അതതിൻ്റെ മൂല്യത്തിന് നേരെയുള്ള ചോദ്യചിഹ്നമാക്കി മാറ്റുന്നതിന് കഴിഞ്ഞു എന്നത് വസ്തുതയാണ്. അത് തകർത്തെറിഞ്ഞ് മൂല്യമില്ലാത്ത ശാസ്ത്രത്തെ വ്യതിയാനം മാത്രം കാണുന്ന വിഷയങ്ങളെ, ശരീരത്തെ, ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ മാത്രമുള്ള തലങ്ങളിൽ മനസ്സുകൂടെ ചേരുന്നത് പോലും ശാസ്ത്രത്തോടൊപ്പം 18-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. തങ്ങളെവിടെ വെച്ച് തുടങ്ങിയോ അവിടെ മുതലേ ചരിത്രമുള്ളൂ എന്ന് വിചാരിച്ച ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും ചരിത്രത്തെ വ്യാഖ്യാനിക്കാൻ ഒരുങ്ങിയത് അവിടെ മുതൽ മാത്രമാണ്. ലോകത്ത് 1920-കളിലാണ് ആധുനിക ശാസ്ത്രം ഗർഭോൽപത്തി രംഗത്തേക്കും പ്രസവ രംഗത്തേക്കും കാലെടുത്തു വെക്കുന്നത്. ആകാശം പൊട്ടി ഉദിച്ച ആശയം കൊണ്ടല്ല, പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഓരോന്നും പരതിയിട്ട് കിട്ടിയ ആശയത്തിൽ നിന്നാണ്. അതിലെ മൂല്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഭൗതികമായൊരു കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുവാനും ലോകത്തത് കൊണ്ടുവരുവാനും അവർക്ക് കഴിഞ്ഞു എന്നത് വസ്തുതയാണ്. ഭരണാധികാരികളുടെയും രാജാക്കന്മാരുടെയും വ്യവസായികളുടെയും ഒക്കെ സഹായത്തോടെ. ഇന്ത്യയിൽ പിന്നെയും വളരെ വൈകിയാണ് ഈ സമ്പ്രദായം എത്തിയത്. മൂല്യമില്ലാത്ത അതിൻ്റെ കാഴ്ചപ്പാടിലേക്ക് എത്ര വേഗമാണ് നിങ്ങൾ ചെന്ന് വീണത്. ചരിത്രത്തിൻ്റെ നിയോഗത്തിൽ നിന്ന് ചിന്തിക്കുമെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അമ്മമാർ ഇത്ര പ്രയത്നിക്കാതെ ഇതിനേക്കാൾ ലളിതമായി ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കുകയും ആരോഗ്യമുള്ളവളായി ഇരിക്കുകയും ചെയ്തു എന്ന സത്യം നിഷേധിച്ചുകൊണ്ടാണ് ശാസ്ത്രത്തിൻ്റെ വാഗ്ദാനങ്ങളും അവദാനങ്ങളുമായി നിങ്ങൾ മുന്നേറിയത്. ഇന്ന് നിങ്ങൾക്ക് അതാണ് സത്യമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും ഇതിനെ മാത്രമേ പുൽകാൻ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ്. ഇത് തന്നെയാണ് ശാസ്ത്രത്തിന്റെ എല്ലാ രംഗങ്ങളിലും സംഭവിച്ചത്. ഒരു രംഗത്തല്ല, എല്ലാ രംഗത്തും. അവിടെയൊക്കെ മൗലികമായൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചില്ല. വ്യത്യസ്തതകളെ അരക്കിട്ടുറപ്പിക്കുമ്പോൾ സംയോജനം എവിടെയാണ്? വ്യതിയാനങ്ങൾക്ക് ഉറപ്പ് നൽകുമ്പോൾ സംയോജനം എങ്ങനെയാണ്? പഠിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും കേൾക്കുന്നതും കാണുന്നതും എല്ലാം വിയോജനത്തിന്റെ മാത്രം ഭാഷയാവുകയും സംയോജനത്തിനായി ശ്രമിക്കുന്നുവെന്ന് അഭിമാനിക്കുകയും ചെയ്യുക. ഈ ദുർഘടമാണ് നാം കണ്ടത്. തത്വചിന്തയ്ക്ക് ഈ ദുർഗ്രഹതയില്ല. അതുകൊണ്ട് തന്നെയാണ് കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷന് ശേഷം
പ്രോബബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് സയൻസിന് സാധിക്കാതെ വന്നത്, സയന്റിസ്റ്റുകൾ വഴിപിരിഞ്ഞത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചു നോക്കുക. എപ്പോൾ കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ വന്നോ, ഇന്റർപ്രിട്ടേഷൻ ഞാൻ പറഞ്ഞതാണ്, ഇലക്ട്രോൺസ് അതിനെ ശ്രദ്ധിക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ ഇല്ല. അതൊരു ക്ലൗഡായിട്ട് മാറും. നിങ്ങളതിനെ അളക്കാനോ പഠിക്കാനോ തുടങ്ങുമ്പോൾ, ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഇല്ല, ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ പാർട്ടിക്കിളായി പ്രത്യക്ഷപ്പെടും. അളന്നു കഴിഞ്ഞാൽ മറ്റൊരു ദേശത്ത് മറ്റൊരു ക്ലൗഡായി അത് മാറും. ഫിസിക്സിന്റെ ഈ നില വിവരിക്കുന്നതിന് ശാസ്ത്രകാരന് പറ്റാതെ വന്നപ്പോഴാണ് ഡേവിഡ് ജെ ചാൽമാനെ പോലുള്ള തത്വചിന്തകന്മാരെ അവർ കൂട്ടുപിടിച്ചത്. വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ശാസ്ത്രകാരന്മാരെ പിന്തള്ളി ഡേവിഡ് ജെ ചാൽമാനെ പോലെയുള്ള ആധുനികരും പണ്ഡിതവരേണ്യരുമായ തത്വചിന്തകന്മാരെ സ്വീകരിക്കേണ്ടിയും തോളിലേറ്റേണ്ടിയും വരുമ്പോൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നിങ്ങൾ തള്ളിക്കളഞ്ഞ തത്വചിന്തയുടെ മറ്റൊരു രൂപമായിരിക്കും നിങ്ങൾ ചുമക്കുന്നത്. ശാസ്ത്രമായിരിക്കില്ല. ഈ ദുരന്ത ദുശങ്കയാണ് മാനവ സാമൂഹികതയിൽ ഏറ്റവും ശ്രദ്ധേയമായത്. ഇവിടെ ഇലക്ട്രോണിന്റെയും ഫോട്ടോണിന്റെയും സ്വഭാവമാണോ നിങ്ങളുടെ നോട്ടമാണോ മാറ്റം വരുത്തിയത്? ശാസ്ത്രകാരന്റെ മനസ്സ് കൂടുതൽ സൂക്ഷ്മമാവുകയും കൂടുതൽ സൂക്ഷ്മത്തിലേക്ക് പോവുകയും ചെയ്തപ്പോൾ മനസ്സും പദാർത്ഥവും ചേർന്നൊരുക്കിയ സബരിയിൽ എനിക്കാശയമുണ്ട്, ഞാൻ കാണുന്നു, അതുകൊണ്ടിതുണ്ട്, ഞാൻ കാണുന്നില്ല, അതുകൊണ്ടിതില്ല എന്നാണ് വരുന്നതെങ്കിൽ ഈ പ്രപഞ്ചം മാനസികം മാത്രമാണ്. നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങൾക്ക് ഉറപ്പുള്ളതും ഉറപ്പില്ലാത്തതും എല്ലാം മാനസികം മാത്രമാണ്. സുഖങ്ങളും ദുഃഖങ്ങളും മാനസികം മാത്രമാണ്. രോഗവും ബേബധുവും എല്ലാം മാനസികം മാത്രമാണ്. ഇവിടെയാണ് അതിപ്രാചീനൻ ധിയെ, ധൃതിയെ, സ്മൃതിയെ മനസ്സിന്റെ ഭാവങ്ങളായി മൂന്നെണ്ണത്തെ നേരത്തെ കണ്ടതാണ്. ധി, ധൃതി, സ്മൃതി കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിസ്തൃതമായി വർണ്ണിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. എവിടെ ഭ്രംശിക്കപ്പെടുന്നു അവിടെ ആദ്യം മൗലികമായ ദോഷങ്ങൾ കോപിക്കുന്നു. സൂക്ഷ്മതരങ്ങളായ പൃഥ്വ്യപ്തേജോ വായുവാകാശങ്ങളുടെ അപഞ്ചീകൃത അവസ്ഥ ചലിക്കുകയും പഞ്ചീകൃതാവസ്ഥയിലേക്ക് ചാലക ശക്തി കൈമാറുകയും
അതിലെ അതിസൂക്ഷ്മമായ വാദം യന്ത്രതന്ത്രധരനായി സംഹാരതാണ്ഡവത്തിനൊരുങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങൾ രോഗികളാകുന്നു. രോഗം ഏതെങ്കിലും ഒരു ദിശയിലാണെങ്കിൽ അതിനെ നിശ്ചയാത്മികയാക്കണമെന്ന് നിർബന്ധമുള്ള ഭിഷഗ്വരന്റെ മനസ്സ് അവിടെയും ഇവിടെയും കിടക്കുന്ന ദോഷചലനങ്ങളെ സംയോജിപ്പിച്ച് ദോഷസമ്മൂർച്ഛനത്തിൻ്റെ സ്ഥാനസംശ്രയത്തിലേക്ക് യോജിപ്പിക്കുന്നു. ഫണ്ടമെന്റലുകൾ പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്കിത് എളുപ്പം ബോധ്യമാവും. ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം ബോധ്യമാവും. അനുഭവം നിങ്ങൾക്കുള്ളത് കൊണ്ട് ബോധ്യമാകാൻ ശാസ്ത്രത്തിൻ്റെ പിൻബലം വേണമെന്നില്ല. എപ്പോൾ നിങ്ങളുടെ മനസ്സ് അതിൻ്റെ നിശ്ചയാത്മക പ്രകൃതിയായ ബുദ്ധി അതിൻ്റെ ധാരണയ്ക്ക് കേന്ദ്രമായിരിക്കുന്ന ധൃതി, പലവിധങ്ങളായ ഓർമ്മകളുടെ കേന്ദ്രമായ സ്മൃതി, ഇതിലൊരു വിഭ്രംശം വരുന്ന വേളയിൽ ദോഷം കോപിക്കുന്നു. കോപിക്കാൻ തുടങ്ങുന്ന ദോഷത്തിൻ്റെ ചലനാത്മകത വേദനകളായോ നിദ്രാഭംഗമായോ ചാലകതയുടെ കൂടുതലോ കുറവോ ആയി പ്രത്യക്ഷമാകുമ്പോൾ ആഹാരനീഹാരാദികളുടെ ന്യൂനമിഥ്യാദിഭാവങ്ങളായി മാറുമ്പോൾ നിങ്ങളെക്കാൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ മാറ്റങ്ങളെയും പഠിച്ചവരെന്നും അറിയാവുന്നവരെന്നും വിശ്വസിക്കപ്പെടുന്ന ഭിഷഗ്വര പ്രമാണിമാരുടെ അടുക്കലേക്ക് എത്തുന്നു. നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ മനസ്സിൻ്റെ വിഭൂതികളെയും നിങ്ങളുടെ ശരീരത്തെയും ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധത്തെയും ആദിമകാലങ്ങളിൽ അപഗ്രഥിച്ച് അല്പമായ ഔഷധം തന്നിരുന്ന കാലങ്ങളിൽ നിങ്ങളതിൽ നിന്ന് മോചനം നേടുന്നു. അവിടെ വ്യതിരിക്തങ്ങളായ 1000 രോഗങ്ങളില്ല. മനസ്സും അതിൻ്റെ വ്യതിയാനവുമെന്ന ഏകബിന്ദു. രോഗങ്ങളും അതിൻ്റെ പേരുകളും ഉദാഹരണങ്ങൾ മാത്രം. Am I right? Am I right? ദൃഷ്ടാന്തമാത്രമിവ. 28ഓളം രോഗങ്ങളെ ചികിത്സാ തലങ്ങളിൽ ഞാനിതാ സംയോജിപ്പിച്ച് കാണിക്കുന്നു. ഇതല്ല രോഗങ്ങൾ, ഇത് ദൃഷ്ടാന്തം മാത്രമാണ്. ട്രൂ. ബുദ്ധിമാന്മാരുടെ പര്യവേക്ഷണത്തിനും പഠനത്തിനുമായി ദൃഷ്ടാന്തമായി കാണിക്കുന്ന ഇവയിൽ നിന്ന് ബാക്കിയുള്ളവയെ മുഴുവൻ ചികിത്സിച്ചു കൊള്ളുക. രോഗങ്ങളെ വിപുലപ്പെടുത്തരുത്. അപഗ്രഥിച്ച് മുന്നേറും തോറും വിഷമവൃത്തത്തിൽ പെടുകയുള്ളൂ. അപഗ്രഥനാത്മകം, അനലറ്റിക്കൽ അല്ല സത്യം. ഉത്ഗ്രഥനാത്മകം, ആണ് സത്യം.
എവിടെ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഉത്ഗ്രഥനാത്മകമായ ആദിപർവങ്ങളിലേക്ക് സ്നേഹപൂർവം കടക്കാൻ തയ്യാറാകുമ്പോൾ പ്രശ്നങ്ങൾ തീരുന്നു. അപഗ്രഥനാത്മകതയിലേക്ക്, ചർച്ചകളിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ പ്രശ്നം വലുതാകുന്നു. സംയോജിപ്പിക്കുവാൻ പുറത്തുനിന്നൊരു പണ്ഡിതനെ വിളിക്കുമ്പോൾ അവൻ രണ്ടുപേരെയും ഇരുത്തി വേറൊരു ദിശയിൽ അപഗ്രഥനം നടത്തി മുന്നേറുമ്പോൾ അതുവരെ ഇല്ലാത്തതെല്ലാം ശരിയാണെന്ന് തോന്നുന്ന കൂടുതൽ വിഷയങ്ങളിലേക്ക് വരുന്നു. ചിലപ്പോൾ സംയോജിപ്പിക്കുവാൻ വന്നവന്റെ കൂടെ ഒരാൾ ചിലപ്പോൾ പോകേണ്ടി വരുന്നു. ഇതാണ് ലോകത്ത് നടക്കുന്നത്. അപഗ്രഥനത്തിന്റെ അധ്യായങ്ങൾ ശാസ്ത്രത്തിന്റെ ഗതീയതയിൽ വികസിച്ചു വന്നപ്പോഴെല്ലാം മാനവചേതന ദുഃഖിക്കുകയല്ലാതെ ആനന്ദിച്ചിട്ടില്ല. ഈ മഹാസത്യം അറിഞ്ഞവരാണ് പൂർവന്മാർ. വേണമെങ്കിൽ ഉദാഹരണവുമാകാം. മനസ്സിലായില്ലെന്ന് തോന്നലുണ്ടെങ്കിൽ മാത്രം, നല്ലവണ്ണം മനസ്സിലായില്ലെന്ന് തോന്നലുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു രോഗവുമായി, രോഗം നിങ്ങളാണ് കണ്ടത്, നിങ്ങൾക്കാണ് അറിയുന്നത്. അതൊരു വേദനയാണ്. അത് തലയിലെ ഒരു വേദനയാണ്. നിങ്ങളൊരു ഭിഷഗ്വരനെ സമീപിക്കുന്നു. ഇപ്പോൾ പുതിയ ടെക്നിക്കുകളുള്ള കാലമാണ്. നിങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നു, അത് കൃത്യമായി കണ്ടുപിടിക്കും. മോസ്റ്റ് മോഡേൺ ആയിക്കോട്ടെ, ചിലവ് പ്രശ്നമല്ല. അതുകൊണ്ട് നമുക്ക് CTയും അൾട്രാസൗണ്ടും ഒക്കെ വിടാം. അതൊക്കെ പഴയതായി. പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി തന്നെ ചെയ്യാം. നിങ്ങളെ കയറ്റിക്കിടത്തി പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫിയിലേക്ക് ടെസ്റ്റിന് വിധേയമാക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗത്ത് ഗ്ലൂക്കോസ് അപ്ടേക്ക് കൂടും. അതുവരെ ഇല്ലാത്ത ഇത് കൂട്ടുന്നത് ഈ കയറിക്കിടന്നപ്പോൾ പുറപ്പെടുന്ന റേസാണോ, കൂട്ടുന്നത് നിങ്ങളുടെ രോഗമാണോ? റേസാണ്. ഇത് നിങ്ങൾക്കറിയില്ല, കയറ്റിക്കിടത്തുന്നവനറിയില്ല, കയറ്റിക്കിടത്താൻ നിർദ്ദേശിച്ചവനറിയില്ല. കൂടുമെന്നുള്ളത് എല്ലാവർക്കും അറിയും. ശാസ്ത്രത്തിന്റെ കണ്ടെത്തലിൽ നിങ്ങൾ അഭിമാനം കൊള്ളുമ്പോൾ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്ന് അയാൾ അഭിമാനം കൊള്ളുമ്പോൾ, അയാളുടെ മനസ്സിന്റെ നിർദ്ദേശം നിങ്ങളുടെ ഉള്ളിലേക്ക് ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന പേരിൽ അല്പമായി കടന്നുകൂടുകയും സംശയമെന്ന രൂപത്തിൽ കടന്നുകൂടുകയും, ലൗകികമായി ശാസ്ത്രത്തിന്റെ നിശ്ചയം സംശയമാണ്. അവിടെ ഏകത്വമില്ല എന്ന് നാം കണ്ടു കഴിഞ്ഞു. നിങ്ങളുടെ വേദനയെയും യാതനയെയും ബുദ്ധിമുട്ടുകളെയും ഇപ്പോൾ ഒരാളുടെ വാക്കുകളിലൂടെ ശാസ്ത്രീയമായി സ്ഥാനസംശ്രയം വരുത്തി തന്നു കഴിഞ്ഞു. കൈയുടെ വേദനയായാലും കാലിന്റെ വേദനയായാലും നിങ്ങൾ എത്തിച്ചേർന്നിടത്തെ പണ്ഡിതവരേണ്യനായവൻ തലയിൽ അത് കേന്ദ്രീകരിപ്പിച്ചപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം തലയിലേക്ക് കേന്ദ്രീകരിച്ചു കഴിഞ്ഞു.
എപ്പോഴോ മൂത്രമൊഴിച്ചപ്പോൾ 2 തുള്ളി വരാൻ താമസിച്ചുവെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചത് ഭാര്യയോട് ബന്ധപ്പെട്ടിട്ട്, മൂത്രമൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് ഭാര്യയോട് ബന്ധപ്പെട്ടിട്ട് ശൗചം ചെയ്യുന്നൊരു വേളയിൽ നന്നായി ശൗചം ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ആ പാസേജ് ക്ലീൻ ആകാനൊന്ന് മൂത്രമൊഴിക്കണമെന്ന് വിചാരിച്ച് നിങ്ങൾ നിർബന്ധിച്ചിട്ട് ഒഴിക്കാൻ പറ്റാതെ വന്നത് നിങ്ങളുടെ തലച്ചോറിനകത്തൊരു വേദനയോ യാതനയോ ആയി കിടന്നിട്ട് സംശയം 2 ദിവസം കൊണ്ടു കിടന്ന് 3-ാം ദിവസം ചെല്ലുമ്പോൾ അത് കിഡ്നിയിലേക്കാണെന്ന് സംശയിപ്പിക്കുമ്പോൾ ആ സംശയത്തിന്റെ വെളിച്ചത്തിൽ സ്ഥാനസംശ്രയമുണ്ടാക്കുവാൻ ബോധത്തിന് കഴിഞ്ഞു. കോപം, സഞ്ചയം, സ്ഥാനസംശ്രയം, വ്യക്തി ഭേദം, അരിഷ്ടം, ഇവയൊക്കെ അതിൻ്റെ മൗലികമായ തലത്തിലുള്ള പഠനങ്ങളാണ്. അപ്പൊ കോപമെന്ത്, ദോഷം എങ്ങനെയാണ് കോപിക്കുന്നത്, സഞ്ചയിക്കുന്നത്, പ്രസരിക്കുന്നത്, ഒരു സ്ഥാനത്ത് കേന്ദ്രീകരിക്കുന്നത്, വ്യക്തമാകുന്നത്, നിങ്ങളെ ഭേദിക്കാൻ തുടങ്ങുന്നത്, അതിനൊക്കെ മുമ്പേ നിങ്ങളുടെ സങ്കല്പം കൊണ്ടൊരു കേന്ദ്രത്തെ ഉണ്ടാക്കി. ആ കേന്ദ്രത്തെ ആസ്പദമാക്കി നിങ്ങൾ കയറി പോകുമ്പോൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക്, ടോമോഗ്രഫി, പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി, അതിൻ്റെ പണി കൊണ്ട് മസ്തുളങ്കത്തിന്റെ ഒരു കേന്ദ്രത്തില് ഗ്ലൂക്കോസ് ഇൻടേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഒരു എൻഹാൻസ്ഡ് ആക്ടിവിറ്റി അതിൽ പതിയുമ്പോൾ നിങ്ങളുടെ രോഗം നിശ്ചയിക്കപ്പെടുന്നു. ഇത് നിശ്ചയിക്കുമ്പോൾ നിങ്ങൾ അറിയണം, ഇതിലുപയോഗിക്കുന്ന പോസിട്രോൺ സൂക്ഷ്മകണമാണ്. സൂക്ഷ്മകണത്തെ നമ്മൾ കണ്ടു. ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രം പാർട്ടിക്കിളാകുന്നതും ഒബ്സർവ് ചെയ്തില്ലെങ്കിൽ ക്ലൗഡാകുന്നതും. നിങ്ങളുടെ എടുത്ത ചിത്രത്തിൽ നോക്കിയിട്ട് ഒരു ക്ലൗഡ് പോലെന്തോ കാണുന്നു. ക്ലിയർ അല്ല, വേറൊരെണ്ണം കൂടി എടുക്കണം. റേഡിയോളജിസ്റ്റിന്റെ ഒബ്സർവേഷൻ ഇല്ലാത്ത വേളയിൽ ഇലക്ട്രോൺസ് ക്ലൗഡിയായി കാണപ്പെടുന്നതും വീണ്ടും ഒബ്സർവ് ചെയ്ത് നോക്കുമ്പോൾ 6ാമത്തതിലാണ് രോഗം കണ്ടുപിടിച്ചത്. ആറാമത്തതിൽ കണ്ടുപിടിച്ച രോഗമോ സത്യം, ആദ്യത്തതിൽ കണ്ടുപിടിക്കാതിരുന്നതോ സത്യം? എത്രയായിരം ജീവിതങ്ങളെ, എത്രയായിരം കുടുംബങ്ങളെ വെള്ളത്തിൽ ആഴ്ത്തിക്കഴിഞ്ഞ് ഇനിയും ഒരു 50 or 60 വർഷം കഴിഞ്ഞ് ഇത് മുഴുവൻ തെറ്റായിരുന്നു എന്ന് കണ്ടെത്തുമ്പോൾ ഈ കുഴിച്ചു മൂടിയവനെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ജീവിതം നിസ്സഹായമാക്കിയതിനെ മുഴുവൻ സമാധാനിപ്പിക്കാൻ പറ്റുമോ? തകർത്തെറിഞ്ഞ ബന്ധങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റുമോ? എന്റെ ചോദ്യം മൗലികമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ തല്ലാം. ഞാൻ ആത്മീയ ശാസ്ത്രം വെച്ചുകൊണ്ട് ഭൗതിക ശാസ്ത്രത്തെ എതിർത്തതല്ല. ഭൗതിക ശാസ്ത്രത്തിന്റെ ആധാരശിലകൾ ഉന്നയിച്ചുകൊണ്ട് അവതരിപ്പിച്ചതാണ്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ കെട്ടുകണക്കിന് പെറ്റ് ഫോട്ടോസാണ് ഇരിക്കുന്നത്.
Am I right? അവയിലൂടെ നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾ പോലും അത്ഭുതത്തോടെ ആദരവോടെ അത് വേണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ട് ചെലവഴിക്കാൻ ഇറങ്ങുമ്പോൾ ഈ ആദരവ് ആരാണ് നിങ്ങൾക്ക് അതിന്മേൽ ഉണ്ടാക്കി തന്നത്? മൗലിക വിദ്യാഭ്യാസം മുതൽ സയൻസിനെ ആശ്ലേഷിക്കുവാനും ആദരിക്കുവാനും പതുക്കെ പതുക്കെ പറഞ്ഞ് നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഈ സങ്കേതങ്ങളല്ലേ ഇതിനോട് ആദരവ് ഉണ്ടാക്കി തന്നത്? തത്വചിന്തയുടെ ഈറ്റില്ലങ്ങളെ പോലും സയൻസിന്റെ പഠനശാലകളും ഗവേഷണശാലകളുമാക്കി മാറ്റിയ മതങ്ങൾ ഈ അസംബന്ധങ്ങൾക്ക് ദൈവീയ പരിവേഷം നൽകുകയായിരുന്നില്ലേ? ദൈവമില്ലെന്നും ആത്മാവില്ലെന്നും ഉറക്കെ പ്രഖ്യാപിച്ച ശാസ്ത്രത്തെ സിദ്ധന്മാരും സിദ്ധകളും സയൻസ് പഠിപ്പിക്കുവാനും സയൻസ് പ്രചരിപ്പിക്കുവാനും തത്വചിന്ത മറന്ന് ധനമുണ്ടാക്കുവാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവവും ആത്മാവുമല്ല അവർ വിശ്വസിക്കുന്നത് സ്ഥാപിക്കപ്പെട്ടത്, മറിച്ച് മാറുന്ന ഭൗതികതയുടെ വികൃതമുഖമാണ് സ്ഥാപിക്കപ്പെട്ടത്. കപ്പ പണിത് തുടങ്ങിയോ? കപ്പ പണിത് തുടങ്ങിയോ? ഒരു വല്ലാത്ത നിശബ്ദത. ശ്രദ്ധിച്ചോ? ഞാൻ ഒരു ഉദാഹരണമേ പറഞ്ഞുള്ളൂ. പെറ്റ് CTയും എക്സ്റേയും അൾട്രാസൗണ്ടും ഒക്കെ ഞാൻ വിട്ടു. അതൊക്കെ ഈ കൂട്ടത്തിലെ പുറപ്പാട് വേഷങ്ങൾ മാത്രം. നക്കർതുണ്ടിയും നരകാസുരനുമൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെന്തിനാ അതിൻ്റെ പുറകെ പോകണം? കഥകളി കണ്ടിട്ടുണ്ടാവുമല്ലോ. ഫങ്ഷണൽ മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ്, ഇങ്ങനൊന്ന് കേട്ടിട്ടുണ്ടാവും. ഇല്ല. FMRI മാറ്റി വെച്ചിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതിലേക്ക് നിങ്ങൾ കയറുമ്പോൾ ന്യൂറോണുകളുടെ ആക്ടിവിറ്റിക്കാണ് മാറ്റം വരുന്നത്. ന്യൂറോണുകളുടെ ആക്ടിവിറ്റി ലോക്കൽ ബ്ലഡ് ഫ്ലോയെ ഇൻക്രീസ് ചെയ്യുക. മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗത്ത് ന്യൂറോണൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ലോക്കൽ ബ്ലഡ് ഫ്ലോ മാറും. ഫ്ലോ ഉണ്ടാവും കൂടുതലായി. രക്തത്തിൻ്റെ ഒഴുക്ക് കൂടുമ്പോൾ ഓക്സിജൻ കൂടും. അവിടെ ഓക്സിജൻ കൂടുമ്പോൾ ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ ഒരു ഭാഗത്ത് കൂടും. ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിനാണ് അവിടെ കൂടുന്നത്.
അതുപോലെ തന്നെ ഡീഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ വരെയുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിനാണ്. ഒരു മാഗ്നറ്റിക് റിസോണൻസ് എടുക്കുമ്പോൾ പുറത്ത് ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിനിലും ഡീഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിനിലും രണ്ടാണ് ചിത്രങ്ങൾ. ഇത് ഓക്സിജനേറ്റഡ് ആയത് ഈ റിസോണൻസിന്റെ ഫലമായാണോ ട്യൂമറിന്റെ ഫലമായാണോ? രണ്ടും. ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന്. ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന്, ചിലപ്പോൾ രണ്ടും. അവിടെയാണ് മൗലിക വ്യതിയാനം. എങ്ങനെയാണ് ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന്, ചിലപ്പോൾ രണ്ടും എന്ന് പറഞ്ഞത്? നിങ്ങൾ കഴിക്കുന്ന ഒരാഹാരം വിരുദ്ധമായാൽ ഈ വലിയ ലാബില് സൂക്ഷ്മമായ 1000 വ്യതിയാനമുണ്ട്. മനസ്സിന്റെ വ്യതിയാനം ധീയില്, ധൃതിയില്, സ്മൃതിയില് ഉണ്ടാകുമ്പോൾ ഡക്റ്റിലസ് ഹോർമോണുകളിലും എൻസൈമുകളിലും ഈ മാറ്റം വരും. അതുകൊണ്ടാണ് ചരകൻ, സുശ്രുതൻ, വാഗ്ഭടൻ മുതലായവർ നിങ്ങളോട് പറഞ്ഞത് ശീലമുള്ളതേ കഴിക്കാം. ആഹാരത്തിൽ ശീലത്തിനാണ് മൗലിക പ്രാധാന്യം. ഇത് ഞാൻ നേരത്തെ ഒരു ഉദാഹരണത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്നാണ് എൻ്റെ ഓർമ്മ. നേരത്തെ ഒരു ഉദാഹരണത്തിൽ ഞാനിത് നിങ്ങളോട് ചൂണ്ടിക്കാണിച്ചുവെന്നാണ് എൻ്റെ ഓർമ്മ. ഇന്നലെ മിനിങ്ങാന്ന് വെള്ളിയാഴ്ച ചോറും നാരങ്ങ കറിയും. നിങ്ങളുടെ അമ്മയ്ക്ക് ഇതറിയാമായിരുന്നു. നിങ്ങളിന്ന് വെറൈറ്റി എൻ്റർടൈൻമെൻറ്റിലാണ്. ആഹാരത്തിലെ നിങ്ങളുടെ വെറൈറ്റി എൻ്റർടൈൻമെൻറ്റ്, കൃഷിയിലെ വെറൈറ്റി എൻ്റർടൈൻമെൻറ്റ്, സെക്സിലെ വെറൈറ്റി എൻ്റർടൈൻമെൻറ്റ് എല്ലാമായി കൊഴുക്കുകയാണ്. ഇത് ശാസ്ത്രത്തിൻ്റെ സംഭാവനയാണ്. കാരണം ശാസ്ത്രം ഏകമായ ആത്മാവിലൂന്നിയല്ല നീങ്ങിയത്, തത്വചിന്ത മാത്രമാണ് അങ്ങനെ നീങ്ങിയത്. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും മനസ്സും ശരീരവും ഭേദബുദ്ധിയിൽ അനേകത്തിലൂന്നിയാണ് നീങ്ങിയത്. എന്നെ കേൾക്കുന്ന 60 കഴിഞ്ഞവർക്ക് പോലും പഴയ കാലത്തെ പോലെ ഒന്നിലേക്ക് ഏകീഭവിക്കാൻ പറ്റില്ല. ഒന്നിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളവും ഒരു പ്ലേറ്റ് ചോറും ഒരു സ്പൂൺ കല്ലുപ്പുമുണ്ടെങ്കിൽ മൃഷ്ടാന്നമുണ്ടിട്ട് പണിത കാരണവന്മാർ ഇതിനകത്തിരിപ്പുണ്ട്. അവർക്കിന്ന് മകളും ഭാര്യയും 10 കൂട്ടം കറി വെച്ചു കൊടുത്ത് ഉണ്ണാനിരിക്കുമ്പോഴും പിന്നെയും വേറൊന്നില്ലേ എന്ന് ചോദിക്കുന്നവരായി മാറിയിട്ടുണ്ട്. അവർ മാറിയെങ്കിൽ
അപ്പം കോലെ കുത്തിവെച്ച് കോലെലി തിന്നു എന്ന് പറഞ്ഞാൽ ഇനി അപ്പം ബാക്കിയുണ്ടാവുമെന്ന് കരുതേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറുപ്പക്കാരെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. ശീലം ഉത്ഗ്രഥനമല്ല, അപഗ്രഥനമാണ്. ശീലം ഏകത്തിലേക്കുള്ള യാത്രയല്ല, ബഹുത്വത്തിലേക്കുള്ള യാത്രയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴും നിങ്ങളുടെ ശീലം അതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു പൂമാലകളെ ആയിട്ടുണ്ടാവും. നിങ്ങൾ എങ്ങനെയൊക്കെ ഇത് കേൾക്കാതിരിക്കും ഈ അലങ്കാരമൊക്കെ വരുമ്പോൾ? മനസ്സിലായില്ല. മനസ്സ് ഏകമാണോ? ഒരു ഇന്ദ്രിയത്തിലേ നിൽക്കുകയുള്ളൂ. കാഴ്ചകൾ അനേകം, അനേകം ദീപപ്രഭകൾ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറകിൽ മിന്നുന്ന കുറേ പ്രകാശങ്ങൾ, അതിനിടയിൽ പിന്നിലൂടെ ഫാഷൻ പരേഡ് പോലെ പോകുന്ന കുറേ ആളുകൾ. ഇതൊക്കെ ആകുമ്പോൾ പരിപാടി കൊഴുക്കും. ആം ഐ റൈറ്റ്? ഒന്നും നിങ്ങൾ അറിയുകയുമില്ല. ഒരു വിളക്ക് പോലും അധികം, അത്രയും മതി. പക്ഷെ എല്ലായിടത്തും ഓടുമ്പോൾ, നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ? ഇതിൻ്റെ സംഘാടകരും ഏതായാലും നാടോടുമ്പോൾ നടുവേ ഓടിയിട്ടുണ്ടെന്ന് തോന്നും. മനസ്സിന് ഒരു സമയം ഒന്നിലേ പ്രവർത്തിക്കാനാവൂ, അനേകമാവില്ല എന്ന സത്യം നാം കണ്ടു കഴിഞ്ഞു. ആം ഐ റൈറ്റ്? അതിനെ ആസ്പദമാക്കി ശരീരത്തിൽ നിന്ന് മനസ്സിലേക്ക് ഊളിയിട്ട് പോകുവാനും മനസ്സിന്റെ ഏകതയെ കൂടുതൽ ജാജ്വല്യമാനമാക്കുവാനും തദ്വാര മനസ്സിനെ ആത്മബോധത്തിന്റെ അന്തർമണ്ഡലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനും ഏകാഗ്രതയും ശാന്തിയും ലഭിക്കുവാനും പ്രാചീനർ ശ്രമിച്ചു. അവരുടെ ഡയഗ്നോസിസ് അതിനായിരുന്നു, അവരുടെ പഠനങ്ങൾ അതിനായിരുന്നു, അവരൊരുക്കിയതെല്ലാം അതിനായിരുന്നു. അത് ചെലവില്ലാത്തതായിരുന്നു, ലാളിത്യമുള്ളതായിരുന്നു, അനുകരണീയമായിരുന്നു, ആനന്ദമായിരുന്നു. വൈവിധ്യത്തിന്റെ തലങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ പായിക്കുവാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുകയും ശീലം മാറുകയും ആരോഗ്യവും ആനന്ദവും ഇല്ലാതാവുകയും ചെയ്തു. അതുകൊണ്ട് ചരക മഹാപ്രഭുവിനെ പോലുള്ളവർ വ്യക്തമായും സുദൃഢമായും ആഹാര നീഹാര വിഹാരങ്ങളെ കുറിച്ച് ശക്തമായി പറയുക തന്നെ ചെയ്തു. വിരുദ്ധങ്ങളായ ആഹാരങ്ങൾ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നിങ്ങളുടെ എൻസൈമുകളിൽ വ്യതിയാനം വരുമ്പോൾ, ഹോർമോണുകളിൽ വ്യതിയാനം വരുമ്പോൾ സ്വതന്ത്രമാകുന്ന ഓക്സിജൻ അതെങ്ങനെ അന്തർവിദ്രധികൾക്കും മറ്റും വിളനിലമാകുന്നുവെന്ന് ഉദാഹരണത്തിനായി ചൂണ്ടിക്കാണിച്ച രോഗങ്ങളുടെ പഥ്യാപഥ്യ ക്രമങ്ങൾ വായിച്ചു നോക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാകുന്നതാണ്. ആധുനിക കെമിസ്ട്രി, ഫ്രീ റാഡിക്കൽ കെമിസ്ട്രി, ഇതിനെ നേസന്റ് ഓക്സിജൻ എന്ന് വിളിക്കും.
ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിനിലും ഡീഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിനിലും വരുന്ന വ്യതിയാനം ഇതുകൊണ്ടാണ് റിസോണൻസിൽ ഭേദമുണ്ടാക്കുന്നത്. ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിന്റെയും ഡീഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിന്റെയും കാന്തിക മണ്ഡലം വ്യത്യസ്തമാണ്. ഇതിൽ മാഗ്നറ്റിക് റിസോണൻസ് സൂക്ഷ്മമാണ്. റിസോണൻസിനെ നിങ്ങൾ നോക്കുമ്പോൾ, നോക്കാതിരിക്കുമ്പോൾ ഈ വ്യതിയാനങ്ങൾ അവിടെയും ബാധകമാണ്. പിന്നൊന്നാണ് മാഗ്നറ്റോ എൻകഫാലോപ്പതി ഗ്രഫി, മഗ്. നിങ്ങളുടെ സ്വഭാവേനയുള്ള ഇലക്ട്രോ എൻകഫാലോഗ്രാം പോലെയുള്ള EEGയുടെ പുതിയ പതിപ്പ്, അവാന്തര പതിപ്പ്, അവിടെ ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലാണ് ഉണ്ടാക്കി അത് മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന വ്യതിയാനമാണ് അളക്കുന്നത്. ഇവിടെയെല്ലാം നാം അനിശ്ചിതത്വത്തെ ആധാരശിലയായി എടുത്താൽ വൈദ്യശാസ്ത്രത്തിന്റെ താളുകളിലേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ മോളിക്യൂളർ പഠനങ്ങൾ എടുത്തുപയോഗിക്കുമ്പോൾ കുറ്റമറ്റവയാണെന്ന് തെളിയിക്കാതെ, പഠിക്കാതെ, അതറിയാത്തൊരു ജനതയുടെ മേലെടുത്ത് പ്രയോഗിക്കുമ്പോൾ, അതും അറിയാത്ത ജനതയുടെ മേൽ അത് സ്പെഷ്യലൈസേഷനായി പഠിക്കാത്ത അറിയാത്തവനെടുത്ത് പ്രയോഗിക്കുമ്പോൾ, അറിഞ്ഞവനും അവന്റെ ഗവേഷണവും വേറെ ലോകങ്ങളിലൂടെ നടക്കുമ്പോൾ, സംവത്സരങ്ങൾ കഴിഞ്ഞ് ഈ മണ്ണിന്റെ ആയിരം സന്താനങ്ങളെ പരീക്ഷിച്ചൊടുങ്ങി സ്വാഭാവിക മരണത്തിനെങ്കിലും വിടാതെ പ്രയോജനമുണ്ടാകുമെന്ന വ്യാജേന ലക്ഷങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞ് പിന്നീടൊരിക്കൽ ഒരു ശാസ്ത്രകാരൻ വന്ന് ഇതായിരുന്നു ഇത്രയും കാലത്തെ അപകടത്തിന് കാരണം, ഇതിന്റെ അപകടം ഇവിടെയല്ല, ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ ബോംബിന്റെ ധൂളികൾ ആയിരം തലമുറകളിലേക്ക് നിൽക്കുന്നത് പോലെ ഓക്സിജൻ ഇൻടേക്കിൽ വന്നിരിക്കുന്ന വ്യതിയാനങ്ങളും ഇലക്ട്രിക് പൊട്ടൻഷ്യലിലുണ്ടായ വ്യതിയാനങ്ങളും ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും പോസിട്രോണിന്റെയും ഫോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും തലങ്ങളിൽ അതിസൂക്ഷ്മമായി വരുത്തിയ മാറ്റങ്ങൾ ക്രോമസോമുകളെയും ജീനുകളെയും വരെ സ്വാധീനിച്ച് മാനവ ജീവിതത്തിന്റെ അങ്ങേത്തല വരെ എത്തുന്ന കളിയാണ്, തീക്കളിയാണ് കളിച്ചത് എന്ന് നാളെ പറഞ്ഞാൽ ഇത് തിരുത്താനാവുമോ? ശാസ്ത്രം കുഞ്ഞുകളിയാണോ? ഇവിടെയാണ് മാനവൻ ചിന്തിക്കുന്നവനാകുന്നെങ്കിൽ മെഡിക്കൽ ഹെററ്റിക് ആകേണ്ടത്. അപകടം പിടിച്ച ഈ പ്രതിഭാസങ്ങളില്ലാതെ മാനവനുമായുള്ള സ്നേഹത്തിലൂടെ അന്ധക്ഷോഭമില്ലാതെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് കടക്കുവാനുള്ള സങ്കേതങ്ങളോടുകൂടി
ജീവകോശങ്ങളെ മുഴുവൻ സ്നേഹിക്കാൻ. അതിൻ്റെ അമൃതത്വം കാത്തുസൂക്ഷിക്കാൻ. അതിനെ ലോകോത്തരമായി ഉപയോഗിക്കുവാൻ. ഒരു വഴി മാനവികതയ്ക്ക് ഉണ്ടാവില്ലേ? ഉണ്ടായിരുന്നില്ലേ? തുടരില്ലേ? എന്തേ തത്വചിന്തയുടെ മതങ്ങൾ, തത്വചിന്തയുടെ അപ്പസ്തോലന്മാർ, തത്വചിന്ത പ്രധാനമായി ജീവിക്കുന്നവർ ഭൗതികതയെ പുലുകി സയൻസിന്റെ ലോകങ്ങളിലൂടെ സഞ്ചരിച്ച് അഹിംസയുടെയും അസ്തയത്തിന്റെയും ബ്രഹ്മചര്യത്തിന്റെയും എല്ലാം വാക്കുകളെ മാറ്റിമറിച്ച് സർവനാശത്തിന്റെ പന്ഥാവിലൂടെ പോകുന്നു. ശാസ്ത്രം അതിന്റെ വഴിയിലും അതിന്റെ നീക്കത്തിലും ശാസ്ത്രീയമായി അപഗ്രഥിക്കാനാകാതെ വഴിമാറി നിൽക്കുമ്പോൾ, വ്യാഖ്യാനത്തിന് തത്വചിന്തകനെ കൂട്ടുപിടിക്കുമ്പോൾ, തത്വചിന്തയുടെ അങ്ങത്തലത്തിലെത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ശാസ്ത്രത്തിന്റെ ബാലപാഠങ്ങളിലൂടെ എന്തിന് ജനതയെ കൊണ്ടുപോകുന്നു? സ്വതന്ത്രവും അവക്രവും ഉദാത്തവുമായൊരു തത്വചിന്തയുടെ കിഴക്കൻ വെളിച്ചങ്ങളിലേക്ക് ശാസ്ത്രത്തിന്റെ അവസാനത്തെ വാക്കാണ് തത്വചിന്ത എന്ന നിലയിലേക്ക് അപഗ്രഥിക്കുകയും പഠിക്കുകയും ചെയ്ത പൂർവന്മാരുടെ ഭൂമികയിലേക്ക് എന്തിനതിനെ തിരിച്ചു കൊണ്ടുവരാൻ പര്യാപ്തമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ശാസ്ത്രത്തിന്റെ ബാലപാഠങ്ങളുമായി എത്തുന്നു. ശാസ്ത്രത്തിന്റെ പരിമിതികൾ അറിഞ്ഞും ശാസ്ത്രത്തെ അതിജീവിച്ചും മനസ്സിനെ ഏകാഗ്രമാക്കിയും തത്വചിന്തയിലേക്ക് പോകാതെ തത്വചിന്തയുടെ അങ്ങേത്തല അന്ധമായി നിങ്ങൾ സ്വീകരിച്ചതുകൊണ്ടോ? ഇവിടെയാണ് മനസ്സ് അതിന്റെ സാമൂഹികതയെ പുൽകാനൊരുങ്ങുമ്പോൾ വ്യതിരിക്തതകളെ മുഴുവൻ എടുത്തു വച്ച് പഠിക്കേണ്ടി വരുന്നത്. ഏത് എന്ന് പറഞ്ഞാൽ, പഴയ ആളുകൾ ശാസ്ത്രത്തിൻ്റെ പരിമിതി ആദ്യം മനസ്സിലാക്കിയിട്ടാണ് തത്വചിന്തയെ പുൽകിയത്. നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങൾ ഏതെടുത്താലും ശാസ്ത്രത്തിൻ്റെ വഴിയിൽ പോയിട്ട് ശാസ്ത്രം ഭൗതികമായി അവതരിപ്പിക്കാൻ പറ്റാത്ത ഒരിടത്ത് വരുമ്പോഴാണ് അവർ എടുത്തു ചാടുന്നത്. അത് വളരെ അടുക്കോടെയാണ് അവർ പഠിച്ചത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമായി പറയാവുന്നതാണ് ആയുർവേദ ശാസ്ത്രം. ഭൗതിക ദ്രവ്യങ്ങളെ മുഴുവൻ അവർ പഠിച്ചു. അതും കഴിയുന്നത്ര ഉത്ഗ്രഥനാത്മകമായി. ഉത്ഗ്രഥനവും അപഗ്രഥനവും. അതിൽ ഉത്ഗ്രഥനം സിന്തസിസ്,
കഷ്ടിച്ച് യോജിക്കും. ഇംഗ്ലീഷ് വാക്കെല്ലാം കൃത്യമായി യോജിക്കുമൊന്നുമില്ല കേട്ടോ. കൃത്യമായ വാക്കൊന്നും എനിക്കറിയില്ല മറ്റു ഭാഷയിലെ. ഒന്നാമത് ഇംഗ്ലീഷ് ശരിക്കറിയില്ല. മലയാളം തന്നെ കഷ്ടിച്ചറിയാത്രേ ഉള്ളൂ. അപ്പോ ഉത്ഗ്രഥനം സിന്തസിസ്, അപഗ്രഥനം അനാലിസിസ്. പാശ്ചാത്യ പഠനങ്ങളും ശാസ്ത്രത്തിൻ്റെ പഠനങ്ങളും അപഗ്രഥനാത്മകമാണ്. അപഗ്രഥനത്തിൻ്റെ ഓരോ തലങ്ങളിലൂടെ പോകുമ്പോഴും ഉത്ഗ്രഥനം അവസാനത്തെ വാക്കാണെന്നാണ് ഭാരതീയർ വിശ്വസിച്ചത്. അത് നിങ്ങൾക്ക് ഏറ്റവും നന്നായി പഠിക്കണമെങ്കിൽ ചരകം ആത്രേയഭദ്രകാപ്യം അങ്ങനൊരു അധ്യായമുണ്ട്. ആത്രേയഭദ്രകാപ്യം, പ യാ ഇ യം, ഭദ്രകാപ്യൻ, ഭദ്രകാപ്പീയം. ഉച്ചരിക്കാൻ ഒരല്പം വിഷമമുണ്ട്. ഞാനിതുവരെ നാക്ക് ഓടിച്ചിടത്തോളം പോരാതിരിക്കുക. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. കാപ്പിയല്ല, കാപ്പീയം, പീയം. ആ പീയം, പ്യ പ്യാ പീയം, പ്യാ പ്യാ പീ പീ എന്ന് പറയില്ലേ, അത് തന്നെ. ഇപ്പൊ അതൊന്നുമില്ല. ഓൻ പറഞ്ഞത് ശരിയാ, പുൽപ്പവും ശരിയാ. അപ്പോ ആത്രേയഭദ്രകാപ്പീയം എന്നൊരു അധ്യായമുണ്ട്. അതില് വാര്യോവിതൻ, ഭൃഗു, ഇങ്ങനെ ഒരുപാട് പേര് വന്നിരിപ്പുണ്ട്. എല്ലാ ആചാര്യന്മാരും, നിമി ചക്രവർത്തിയും കൂടെയാണ്. ഈ ശാസ്ത്ര ചർച്ച ചെയ്യുന്നിടത്ത് ചക്രവർത്തിയും സാധാരണക്കാരനും ഒന്നും തമ്മിൽ ഭേദമില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം. സുശ്രുതൻ ചക്രവർത്തിയുമായിരുന്നു, ബ്രാഹ്മണനുമായിരുന്നു. ആ സദസ്സിനകത്ത് സാധാരണക്കാരായ ആളുകളുണ്ട്. പക്ഷേ അവർ അതിപണ്ഡിതന്മാരാണ്. തൊഴിലും പാണ്ഡിത്യവും തമ്മിൽ ബന്ധമൊന്നുമില്ല. പണ്ഡിതനായ കർഷകൻ, പണ്ഡിതനായ രാജാവ്, പണ്ഡിതനായ നടൻ ഒക്കെ ഉണ്ടാവും. ഇന്ന് അവനവൻ്റെ ഏതെങ്കിലും ഒരു തലത്തിൽ വലുതായാൽ ബാക്കിയുള്ളതിലെല്ലാം കയറി അഭിപ്രായം പറയും. Am I right? മറ്റത് വെച്ചത് ശരിയാക്കും. എന്നിട്ട് അത് ചുമക്കാൻ കുറേ ആളുകളും പോവും കൂട്ടത്തിൽ. അതാണ് നിങ്ങൾക്ക് പറ്റിയ കുഴപ്പം. ഇവരെല്ലാം ഒന്നിച്ചിരിപ്പുണ്ട്. ഉത്ഗ്രഥനത്തിൻ്റെ ആചാര്യനായി ആത്രേയനിരിപ്പുണ്ട്. അപഗ്രഥനം അവിടെ നടക്കുന്നത് മുഴുവൻ. രോഗകാരണങ്ങളാണ് അന്വേഷിക്കുന്നത്. ഒരാളേറ്റു പറഞ്ഞു അച്ഛനമ്മമാരുടെ കുഴപ്പമാണ്, ബീജാണ്ടങ്ങളുടെ കുഴപ്പമാണ്. അടുത്തയാൾ പറഞ്ഞു അതിൻ്റെ കുഴപ്പമൊന്നുമല്ല, ആഹാരത്തിൻ്റെ കുഴപ്പം, മറ്റേ കാലത്തിൻ്റെ കുഴപ്പമാണ്. വേറൊരാളേറ്റ് പറഞ്ഞു ദേശത്തിൻ്റെ കുഴപ്പമാണ്. മറ്റൊരുത്തനേറ്റ് പറഞ്ഞു ദ്രവ്യത്തിൻ്റെ കുഴപ്പമാണ്. വേറൊരുത്തൻ പറഞ്ഞു ഇതിൻ്റെ ഒന്നും കുഴപ്പമല്ല, വൈറസും അമീബയൊക്കെയാണ്, അണുക്കളുടെ കുഴപ്പമാണ്. ഈ ലോകം മുഴുവൻ അണുകങ്ങളാണ്, അത് കയറി പിടിക്കുന്നതുകൊണ്ടാണ്. എല്ലാവരുടെയും ചർച്ച കഴിഞ്ഞ് അവസാനമായി എല്ലാവരുടേതും ഭാഗികമായി ശരിയാണ്. മുഖ്യമായി അന്നമാണ്. അതിനെ ഉത്ഗ്രഥിച്ചുകൊണ്ടാണ് ആത്രേയൻ സംസാരിച്ചത്. ഓരോന്നിൻ്റെയും പരിമിതിയും ഓരോന്നിൻ്റെയും അതിജീവനവും ഓരോന്നിൻ്റെയും പ്രത്യേകതകളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കഴിഞ്ഞ് ഉത്ഗ്രഥിച്ചുകൊണ്ടാണ് പറയുന്നത്. സയൻസ് ഒരു കാര്യം
ഉത്ഗ്രഥനാത്മകമല്ലാതെ അപഗ്രഥനാത്മകമായി പറയുമ്പോൾ തന്നെ മനസ്സ് ഭൗതികമായ ഒരു അന്ധതയിലേക്ക് പോവുകയും വിശ്വാസം ഉറപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം സയൻസാണ്. ഫലത്തിനു മുമ്പ് വിശ്വസിക്കാമെന്നുള്ളതാണ് സയൻസിൻ്റെ അന്ധതയുടെ ആധാരം. സയൻസ് എന്ന് മുകളിൽ എഴുതിയിട്ട് താഴെ എഴുതിയാൽ വിശ്വസിക്കാം എന്നുള്ളതാണ് സയൻസിൻ്റെ അന്ധതയുടെ പ്രത്യേകത. എവിടെയോ ഒരിടത്തൊരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ വിശ്വസിക്കുകയും പരീക്ഷ എഴുതുകയും മാർക്ക് വാങ്ങുകയും ഇത് പഠിച്ചതിൻ്റെ പേരിൽ അന്യരെ പറ്റിക്കാം എന്നുള്ളതാണ് സയൻസിൻ്റെ മെച്ചം. ഇതിന് തെളിവ് ആരും ചോദിക്കില്ല. 52 നോബൽ സമ്മാനം കിട്ടിയ ഇന്ന ശാസ്ത്രകാരൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എതിരാളിയുടെ വാദം തീർന്നു. പ്രിൻ്റഡായൊരു പേപ്പറിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എതിരാളിയുടെ വാദം തീർന്നു. ഇതുപയോഗിച്ചാണ് ഇന്ന് മതങ്ങൾ പോലും അതിൻ്റെ അന്ധമായ കാര്യങ്ങളെ ഉറപ്പിക്കുന്നത്. അതിലെ മൗലികങ്ങളായ തത്വചിന്തയെ അല്ല ഉറപ്പിക്കുന്നത്. ഏതാ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ അറിയപ്പെടുന്ന ഒരു നല്ല സിദ്ധനും നല്ല മതപ്രചാരകനും ഒക്കെയാണ്. ഞാൻ എൻ്റെ കാര്യം വെച്ചാണ് പറഞ്ഞത്. ഞാൻ നടത്തുന്ന ഹോസ്പിറ്റൽ മോഡേൺ മെഡിസിൻ്റെയാണ്. ഞാൻ നടത്തുന്ന സ്കൂളുകളെല്ലാം ഇന്ത്യയിൽ അവിടെയും ഇവിടെയുമായി എനിക്കുള്ള എല്ലാ സ്കൂളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ്. എൻ്റെ സ്കൂളിലൊരു കുട്ടിയും എൻ്റെ കോമ്പൗണ്ടിൽ പോലും അവൻ്റെ മാതൃഭാഷ സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സംസാരിച്ചാൽ അസംബ്ലിയിൽ വിളിച്ചു നിർത്തി അവനെ ശിക്ഷിക്കുകയും ഫൈനിടുകയും ഞാൻ ചെയ്യും. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. എൻ്റെ കാര്യം ഇതാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദമെന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഞാനിവിടെ ഇരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളെ നോക്കുന്നതിനിടയിൽ ഇവിടെ കുത്തുന്നത് കാണുന്നുണ്ട്. അത് ഞാൻ എൻ്റെ 100 കണക്കിന് സ്ഥാപനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉള്ളതിലേക്ക് അതിലെ സെക്രട്ടറിക്കൊക്കെ നിർദ്ദേശം കൊടുക്കുന്നതാണ്. ആ കുട്ടിയെ ഇറക്കി വിടാൻ, അവൻ്റെ തന്തയെ വിളിച്ച് ശിക്ഷിക്കാൻ ഒക്കെ കൊടുക്കുന്നതാണ്. എനിക്കിവിടെ കാണാം. അതുകൊണ്ട് പറഞ്ഞതാണ്, തമാശയായി പറഞ്ഞതല്ല. എൻ്റെ ആചാരങ്ങളും വിചാരങ്ങളുമെല്ലാം സയൻസിൻ്റെ അപഗ്രഥനാത്മകതയ്ക്ക് മാത്രം അനുഗുണമാണ്. അല്പം പോലും തത്വചിന്താപരമല്ല. ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഒന്നുമല്ല എൻ്റെ പ്രമാണ ഗ്രന്ഥങ്ങൾ. അവയൊക്കെ ഞാൻ ഫ്ലക്സ് ബോർഡുകളിൽ വയ്ക്കാനും വല്ലപ്പോഴും ഉറക്കെ നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ ചൂണ്ടിക്കാണിക്കാനും മാത്രം ഉപയോഗിക്കുന്നതും എൻ്റെയും എൻ്റെ കൂട്ടരുടെയും ജീവിതത്തിനും വളർച്ചയ്ക്കും പണസമ്പാദനത്തിനും 100% ഞാൻ പുലുകുന്നത് ഭൗതിക ശാസ്ത്രത്തെയാണ്. എന്ന് ഞാൻ പറഞ്ഞത് എന്തിനാ മറ്റുള്ളവരുടെ പേരിലേക്ക് കൊണ്ടുപോകുന്നത്? ക്ലിയർ? എനി ഡൗട്ട്സ്? അല്ല, അപഗ്രഥനത്തിലൂടെ നിങ്ങൾ പോകുമ്പോഴെല്ലാം അപഗ്രഥനത്തിൻ്റെ ആവിർഭാവ ബിന്ദുവിൽ മുതൽ നിങ്ങളുടെ മനസ്സ് വികലമാവുകയാണ്. അപഗ്രഥിക്കുന്നത് എന്തിനാണ്? യോജിപ്പിക്കാനല്ല. അല്ല,
അപഗ്രഥിച്ച് എവിടെയാണ് സത്യം മനസ്സിലാകുന്നത്? ഗണിതശാസ്ത്രം പോലും സമ്മതിക്കില്ല അപഗ്രഥിച്ച് സത്യം മനസ്സിലാകുമെന്ന്. y is equal to fx, y dash is equal to f dash x, y2 dash is equal to f2 dash x. ഓരോ ഡെറിവേറ്റീവും സത്യത്തിൽ നിന്ന് അകലെ